തമിഴ്നാടിനെ ഡൽഹിയിലിരുന്ന് ഭരിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ അവകാശമാണുള്ളത്. ഭരണഘടന പറയുന്നതും അതാണ്. എന്നാൽ ബി.ജെ.പി. ഇത് അംഗീകരിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കന്യാകുമാരി കുളച്ചലിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത്. എ.ഐ.എ.ഡി.എം.കെ തമിഴ്നാട്ടിലേക്ക് ബി.ജെ.പിക്ക് വഴിവെട്ടുന്നതായും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. അഴിമതിയുടെ പേരിൽ എ.ഐ.എ.ഡി.എം.കെ ബി.ജെ.പിക്ക് കീഴടങ്ങിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തമിഴ്നാടിനെ ഡൽഹിയിൽ ഭരിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. പക്ഷേ ഞങ്ങൾ തമിഴ്നാടിനെ തമിഴ്നാട്ടിൽ ഇരുന്ന് ഭരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് നേരിട്ട് പറയാൻ ബി.ജെ.പിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഒരു കക്ഷിയെ കൂടെ കൂട്ടി. എ.ഐ.എ.ഡി.എം.കെ തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണെന്നും എന്നാൽ ഇപ്പോഴത്തെ എ.ഐ.എ.ഡി.എം.കെ ബി.ജെ.പിയുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനുള്ള കാരണം അഴിമതിയാണെന്നും ട്രംപ് മോദിയെ എങ്ങനെ നിയന്ത്രിക്കുന്നുവോ അതുപോലെ മോദി എടപ്പാടി കെ പളനിസ്വാമിയെ നിയന്ത്രിക്കുകയാണെന്നുമാണ് രാഹുലിന്റെ ആരോപണം. ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നവരാണ് ആർ.എസ്.എസ്. എന്നാൽ ഇപ്പോൾ തമിഴ്നാടിനെ ഭരിക്കാൻ അവർ പദ്ധതിയിടുകയാണ്. ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളാണ് അവരുടെ സംസ്ഥാനം ഭരിക്കേണ്ടത്. എന്നാൽ ബി.ജെ.പി. ഇത്തരത്തിൽ അല്ല ചിന്തിക്കുന്നത്. ഒരു പാരമ്പര്യം, ഒരു ഭാഷ, ഒരു ചരിത്രം എന്നിവയിൽ മാത്രമാണ് അവർ വിശ്വസിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തമിഴ് ഭാഷ, സംസ്കാരം, ചരിത്രം എന്നിവ സംരക്ഷിക്കുന്നതിൽ ഡി.എം.കെ കോൺഗ്രസ് സഖ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വനിതാ സംവരണ ഭേദഗതി ബില്ലിലൂടെ മോദിയുടെ പദ്ധതി വേറെയായിരുന്നു. ദേശവിരുദ്ധ നടപടിയാണ് ബി.ജെ.പി. എടുത്തത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർത്ത് തോൽപ്പിച്ചത്. ഇത്തരം ഏത് ബില്ല് വന്നാലും ഇനിയും തോൽപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.